ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് പതിവ് പോലെ അടുക്കളയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചായ ഇട്ട് കുടിക്കട്ടെ. പിള്ളേർക്ക് സ്കൂളെല്ലാം ഉണ്ട്, നമ്മൾ എന്തായാലും അടുക്കളയിൽ തന്നെ കയറണമല്ലോ. എനിക്ക് 6 മണിക്ക് കയറിയാൽ മതി. ഞാൻ 6 മണിക്ക് അടുക്കളയിൽ കയറത്തുള്ളൂ. പിന്നെ 9 മണിക്കാണ് അവരുടെ വണ്ടി വരിക. ആ സമയമാകുമ്പോഴത്തേനും എന്തായാലും നമ്മുടെ ജോലിയൊക്കെ ഒതുങ്ങും. ചായയൊക്കെ ഇട്ട് സിയായിക്കായ പറഞ്ഞേക്കട്ടെ. ഇന്ന് നേരം വൈകിട്ടുണ്ട് ഇക്കാക്ക്. അപ്പോൾ ചായ ഒന്ന് ചൂടാറ്റിത്താന്ന് പറഞ്ഞിങ്ങനെ അടിച്ചു കൊടുക്കാൻ വേണം. എനിക്കിങ്ങനെ ഈ അടിച്ച ചായ ഇഷ്ടമല്ല. എനിക്ക് ചൂടോടൊക്കെ കിട്ടണം ഒരു ഗ്ലാസ് ചായ. അല്ലെങ്കിൽ ആ ചായ കുടിച്ചിങ്ങനെ തോന്നത്തില്ല, എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് സിയായിക്ക് അങ്ങ് പോയതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയിൽ കയറി. ഫ്രിഡ്ജിനകത്ത് മീനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചോറും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച്, പിന്നെ ചപ്പാത്തിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടഞ്ഞെടുത്ത് ഞാൻ ചപ്പാത്തിപ്പൊടി വാട്ടിയെടുക്കും കേട്ടോ, നമ്മൾ ഒറോട്ടയ്ക്ക് വാട്ടുന്ന പോലെ. പക്ഷെ അത്ര അങ്ങോട്ട് വേവിക്കത്തില്ല. അതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകിട്ടത്തേക്കും ഉണ്ടാക്കും. വൈകിട്ടാണ് ഞാൻ ചപ്പാത്തി പരത്തി എടുക്കുന്നതെങ്കിൽ രാവിലത്തേക്കും ഉണ്ടാക്കും. അപ്പോൾ ഇത് നാളെ രാവിലത്തേക്കും കാണും. ആവശ്യത്തിന് ചുട്ടെടുത്താൽ മതിയല്ലോ. മീനൊക്കെ ഒന്ന് ഐസ് വിടാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിടുന്നുണ്ട്. മീനൊക്കെ നല്ല വിലയാണല്ലോ ഇപ്പോൾ. എനിക്ക് 3 അയില ഇടുന്നായിരുന്നു, പിന്നെ കുറച്ച് കക്കാർച്ച. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയും ചെയ്യാം. ചിലപ്പോൾ രാത്രിയൊക്കെ ആവും റോസ്റ്റ് ചെയ്യുക. എന്നാൽ പിന്നെ വെട്ടിയെടുത്ത് ക്ലീനാക്കി വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. പിന്നെ ചോറൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടങ്ങ് ആവി കയറ്റും. നമുക്ക് അവർക്ക് മെഴുക്കരട്ടി ഞാൻ അച്ചിങ്ങാപ്പയർ ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു. അതിൽ കൂടെ ഒരു കിഴങ്ങും കൂടെ ഇട്ട് മെഴുക്കരട്ടി ഉണ്ടാക്കുക. ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് അങ്ങ് അച്ചാറിടാലോ. അത് 4 പീസാക്കി കനം കുറഞ്ഞ് നല്ലപോലെ അരിഞ്ഞ് ഉപ്പും തേച്ച് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അവർ പോയതിന് ശേഷം നമുക്ക് അച്ചാറിടാലോ. അവർ പോകാൻ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇട്ടും വെക്കരുത്. ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ചോറൊക്കെ നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മൊരിച്ചെടുക്കണം. കൂടെ ചമ്മന്തി വേണമെന്ന് പറഞ്ഞു മോള്. ഈ മുളകും പൊടിയും പുളിയൊക്കെ ഇട്ടിട്ടില്ലേ ചമ്മന്തി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഓൽക്കുള്ള റെഡിയായി. മീൻ കറി വെച്ചിട്ട് വേണം ഇനി ചപ്പാത്തി രാവിലത്തേക്ക് ചപ്പാത്തിക്കൊക്കെയുള്ള കറി. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി. അവിടെ ഞാൻ ഉള്ളിയും കടുകും ഇതൊക്കെ ഇട്ട് ചെറിയ പീസ് സവോള എടുത്ത് കൊത്തിയരിഞ്ഞ് അതിക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്ത് നമ്മൾ കിഴങ്ങും പയറൊക്കെ ഇട്ട് നല്ലപോലെ നടച്ച് വെച്ച് ആവിയിൽ വേവിക്കും. സമയം കൊണ്ട് നമുക്ക് മീനും കൂടെ ഒന്ന് വെട്ടിയെടുക്കാം. ആദ്യം കക്കറച്ചി അങ്ങ് മാറ്റി വെക്കട്ടെ. അയിമത്തോടപ്പം എന്തായാലും ടൈമില്ല. ഈ കറി വെന്തിട്ട് വേണം അവർക്ക് ചപ്പാത്തി കൊടുക്കണമെങ്കിൽ. ആ മീനൊക്കെ നല്ലപോലെ വെട്ടി ഐസ് വിട്ടിട്ടില്ല. മീൻ അയിലായതുകൊണ്ട് പെട്ടെന്നുണ്ടല്ലോ വെട്ടിയെടുക്കാം. ഞാൻ ഇതിൻ്റെ തലയും എടുക്കും. പക്ഷേ ഈ തലേൻ്റെ അകത്തൊരു പുഴു ഉണ്ടല്ലോ, അത് നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ അയില മീൻ എപ്പോഴും കാണാത്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി മീനൊക്കെ വെട്ടിയെടുത്ത് വന്ന് ഇനി നമുക്കിന്ന് കറി വെക്കണം. മുളക് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. സ്കിപ്പ് ചെയ്യാതെ കൂടെ കാണാം. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ മെഴുക്കുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് ചട്ടി അങ്ങ് വെച്ച് കൊടുക്കാം. അവിടെ അതിന് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ വാൽ കഷ്ണം എടുത്ത് അങ്ങ് വറുക്കാമെന്ന് വിചാരിക്കുന്നു. പിള്ളേർക്ക് സ്കൂൾക്കും കൊടുക്കാമല്ലോ. ഇത് അവർ വന്നതിന് ശേഷം ഞാൻ പോയതിന് ശേഷം ഞാൻ ക്ലീൻ ആക്കുള്ളൂ. കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവർക്ക് ചപ്പാത്തി എടുത്ത് കൊടുക്കട്ടെ. അവർ കഴിക്കുന്ന സമയം കൊണ്ട് എനിക്കിവിടെ അച്ചാർ ഇട്ട് വെക്കാമല്ലോ. അങ്ങനെ ഞാൻ
വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഉലുവായും കടുകിട്ട് പിന്നെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചെറിയതാക്കി അരിഞ്ഞ ഇഞ്ചി ഉണ്ട്. അതിന് വെളുത്തുള്ളി ഇതിൽ കുറച്ച് കൂടുതലിടണം കേട്ടോ. ഒരൊറ്റ പാവയ്ക്കേ ഉള്ളൂ, അതിനകത്തേക്കാണ് എത്ര എടുത്തത്. ഇനി അതിനകത്തേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വാടിയതിന് ശേഷം നമ്മൾ പാവയ്ക്ക ഇട്ടെടുത്ത് നല്ലപോലെ വാട്ടിയെടുക്കുക. അതിലേക്ക് ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടെടുത്ത് ആ കയ്പ്പിന് ഒരു ബാലൻസിന് നമ്മൾ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ച്. അപ്പോൾ ഇതിന് ഇവരൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, ഇവരെ വണ്ടി വരാനായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സപ്പോർട്ടായി നാളെ വീഡിയോ കൊണ്ട് വരാം ഇൻഷാ അല്ലാഹ്. ഇവരെ വണ്ടി കയറ്റി വിടട്ടെ.